മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കിട്ടിയ നിർദ്ദേശം അവർ ഉദ്യോഗസ്ഥന്മാരെന്നുള്ള രീതിയിൽ അത് നടപ്പിൽ വരുത്താൻ സമ്മർദ്ദിതരായിരിക്കുകയാണ് അവര്. പെരിന്തൽമണ്ണ നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചാണ് ഇന്ന് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ മുനിസിപ്പൽ സെക്രട്ടറിയെ ഉപരോധിക്കാനാണ് ഇവരിവിടെ എത്തിയത്. പക്ഷേ സെക്രട്ടറി സ്ഥലത്തില്ലാത്തതുകൊണ്ട് സൂപ്രണ്ടിനെ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി ചെയ്യുന്നത് സൂപ്രണ്ടാണ് എന്ന നിലയ്ക്ക് സൂപ്രണ്ടിനെ മുനിസിപ്പൽ UDF കമ്മിറ്റി ഉപരോധിച്ചു. അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ നേരത്തെ പലവട്ടം അവർ ഉന്നയിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് വാർഡുകൾ ഈ ഭാഗത്തില്ലാത്തവരെ പോലും വോട്ടർ പട്ടികയിൽ ചേർത്തിരിക്കുന്നു. ഇത് LDFന്റെ അല്ലെങ്കിൽ ഉന്നത നേതൃത്വത്തിന്റെ അറിവോടുകൂടി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ചെയ്തതാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഈ മുസ്ലിം ലീഗിന്റെ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി നാലകത്ത് ബഷീറുണ്ട്. അപ്പോൾ ഈ നിങ്ങൾ സൂപ്രണ്ടിനെ ഉപരോധിച്ചതിന് ശേഷം എന്താണ് സൂപ്രണ്ട് നിങ്ങൾക്ക് തന്ന മറുപടി? എന്താണ് പരിഹാരം ഉണ്ടാവുമെന്ന് പറഞ്ഞു? അതായത് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നുള്ള കാര്യം ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം, സൂപ്രണ്ടിനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ ക്രമക്കേട് നടത്താൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിൽ കിട്ടിയ നിർദ്ദേശം അവർ ഉദ്യോഗസ്ഥന്മാരെന്നുള്ള രീതിയിൽ അത് നടപ്പിൽ വരുത്താൻ സമ്മർദ്ദിതരായിരിക്കുകയാണ് അവര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് സെക്രട്ടറി സ്ഥലത്തില്ലാത്തത് കാരണം സെക്രട്ടറി വന്നതിന് ശേഷം നിങ്ങളുടെ ഈ ആരോപണമല്ല, ഈ സത്യാവസ്ഥകൾക്ക് വ്യക്തമായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഉപരോധ സമരം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചത്. സെക്രട്ടറി വന്നിട്ട് അത് ഞങ്ങൾ പരിശോധിക്കും. ഓരോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ വാർഡിൽ താമസമില്ല. അങ്ങനെയുള്ള അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷവും ഇവരെ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കാണണം. സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളത് പരിശോധിക്കും. എന്നിട്ടും അതിന്റെ പേരിൽ അവർ നടപടി എടുത്തില്ല എങ്കിൽ വ്യക്തമായ രീതിയിൽ തുടർ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് UDFന്റെ തീരുമാനം. സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അതുപോലെ മറ്റേ മുനിസിപ്പാലിറ്റിയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടും ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നമ്മളൊപ്പം ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് അറഞ്ഞിക്കൽ ആനന്ദനുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുക, ഇതിപ്പോ നിങ്ങൾ ഇവര് ഇത് അനുവദിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ നിങ്ങൾ പറയുകയുണ്ടായി നിങ്ങളുടെ വോട്ട് ഒരു സ്ഥലത്തും ഭാര്യയുടെ വോട്ട് വേറെ സ്ഥലത്തുമാണെന്ന് പറഞ്ഞു. അതൊക്കെ ശരിക്കും ഒരു ആരോപണമല്ല. നിങ്ങൾ വ്യക്തമായ തെളിവ് സഹിതമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ആരോപണമാണെന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ ഇനി ഇവര് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ, നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോകും. തീർച്ചയായും നിയമപരമായി മുന്നോട്ട്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന വാർഡ് വിഭജനം നടക്കുന്ന സമയത്ത് പല അതിര് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുള്ളത്. ഇത് വാർഡ് വിഭജനം നടത്തിയത് തന്നെ വലിയ പാളിച്ചുണ്ട്. കാരണം പ്രാദേശികമായ അതിരുകൾ ഒന്നും നോക്കാണ്ടാണ് വാർഡ് വിഭജനം നടത്തിയത്. അപ്പൊ അങ്ങോട്ട് മാറിയ വോട്ടുകൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി തിരിച്ചു കൊടുക്കും. ഒരു പ്രാവശ്യം കൊടുത്തു, വന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും കൊടുത്തു, വന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഓൺലൈനിൽ കൊടുത്താൽ ബുദ്ധിമുട്ട്, അപ്പൊ നിങ്ങൾ രേഖാമൂലം വെള്ള പേപ്പർ എഴുതി തരൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വെള്ള പേപ്പർ എഴുതി കൊടുത്തിരിക്കുകയാണ്. അപ്പൊ 3 തവണ ഈ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടും ഇത് ഒന്നാം വാർഡിലേക്ക് അല്ലെങ്കിൽ മറ്റു വാർഡിലേക്ക് മാറുന്നില്ല. ഇത് മാറിയില്ലെങ്കിൽ എന്താണ് ഇലക്ഷൻ ഒരു വോട്ടറെ ഒരു വാർഡിൽ നിന്ന് മറ്റു വാർഡിലേക്ക് മാറ്റാൻ എന്താണോ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ച മാനദണ്ഡം എന്ന് ഞങ്ങൾക്ക് അറിയണം. ആ മാനദണ്ഡ പ്രകാരമല്ല ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതുമായി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കും. കലക്ടർ അടക്കമുള്ള ആളുകൾക്ക് പരാതി കൊടുക്കും. നിയമപരമായ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകും. ഏതായാലും UDFന്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിന്റെ നേതാക്കളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ട്. ഇക്കാര്യത്തില് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് CPMന്റെ നേതാക്കള് അവരുപയോഗിച്ച് നടത്തിയ ഒരു വോട്ട് വെട്ടലാണ് എന്നാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ കളക്ടർക്ക് പരാതി നൽകും, കൂടാതെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമായിരിക്കണം. തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടിന് പോലും വലിയ മൂല്യമുണ്ട്. ഈ ലോക്കൽ ഗവൺമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പില് ഒരു വോട്ടിന് വേണ്ടി ദൂരെയുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ വെട്ടുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. UDF ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് വസ്തുതയുണ്ടെങ്കിൽ, സത്യമുണ്ടെങ്കിൽ കൃത്യമായി പരിശോധിച്ച് നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഉണ്ടാകുമെന്ന് തന്നെയാണ് UDFന്റെ പ്രതീക്ഷ. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ്. ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുതും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഒക്ടോബർ 24 മുതൽ 27 വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. വരൂ, പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം.